ക്രിറ്റിസിസം ഒരുപക്ഷെ നമുക്ക് ആർക്കും ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കില്ല. എനിക്ക് പ്രധാനപ്പെട്ട കാരണം ഈ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് പലപ്പോഴും എങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യണം എന്നുള്ളത് അറിയില്ല എന്നുള്ളത് സത്യമാണ്. ക്രിറ്റിസൈസ് ചെയ്യാൻ പ്രത്യേകിച്ചൊരു ജ്ഞാനം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിടത്തോളം ഉണ്ടെന്ന് പറയേണ്ടി വരും. കാരണം ക്രിറ്റിസിസം ഇല്ലാതെ നമുക്കൊരിക്കലും ഗ്രോത്ത് ഉണ്ടാവില്ല. പക്ഷേ ക്രിറ്റിസിസം പലപ്പോഴും പല ആൾക്കാരെയും ഡീമോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ 3 റൂളുകളാണ് ക്രിറ്റിസിസത്തെ കൺസ്ട്രക്റ്റീവ് ആക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, നെവർ ക്രിറ്റിസൈസ് ഇൻ പബ്ലിക്, ക്രിറ്റിസൈസ് ഇൻ പ്രൈവറ്റ്. മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കുക. എന്തെങ്കിലും അവരോട് ക്രിറ്റിസൈസ് ചെയ്യാനുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് പേഴ്സണലായിട്ട് ഒറ്റയ്ക്ക് വിളിച്ച് പറയുക. അത് സഹപ്രവർത്തകരാവട്ടെ അല്ലെങ്കിൽ ആരുമാവട്ടെ, ഈവൻ മക്കളെ ആണെങ്കിലും അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംസാരത്തിലാണെങ്കിലും ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു കാര്യം, കറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞേ പറ്റൂ. പറയാതിരുന്നു കഴിഞ്ഞാൽ അവരെ ദ്രോഹിക്കുന്നതിന് ഈക്വലന്റ് ആണ് അത്. പക്ഷേ ഒരിക്കലും പബ്ലിക്കിന് മുമ്പ് വെച്ച് പറയാതിരിക്കുക. അതാണ് റൂൾ നമ്പർ 1. റൂൾ നമ്പർ 2, ക്രിറ്റിസൈസ് ദി ആക്ഷൻ നോട്ട് ദ പേഴ്സൺ. വ്യക്തിയല്ല ക്രിറ്റിസൈസ് ചെയ്യേണ്ടത്, ആ വ്യക്തി എന്ത് ആക്ഷൻ, എവിടെയാണ് കറക്ഷൻ ആവശ്യമുള്ളത് അത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ് മാത്രം ക്രിറ്റിസൈസ് ചെയ്യുക. അല്ലാതെ നീ ശരിയല്ല, നീ ചെയ്യുന്നൊന്നും ശരിയല്ല, നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് പറയരുത്. എങ്ങനെ പോയാൽ എന്താണ് അതിനകത്ത് കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം. 3, സാൻഡ്വിച്ച് റൂൾ എന്നാണ് ഞാൻ പറയുക. സാൻഡ്വിച്ച് റൂൾ എന്ന് പറഞ്ഞാൽ ഒരാളെ ക്രിറ്റിസൈസ് ചെയ്യുന്ന സമയത്ത് സാൻഡ്വിച്ച് 3 ലെയർ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് അയാൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയുക. നിന്റെ പെർഫോമൻസ് കൊള്ളാം, നീ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നിന്റെ സെയിൽസ് ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്, ദാറ്റ്സ് വെരി ഗുഡ്. ഇനി കറക്ഷൻ എവിടെയാണോ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിനെ അങ്ങോട്ട് കയറ്റുക. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു കാര്യത്തിൽ മാത്രം നീ ശ്രദ്ധിക്കണം, നിന്റെ സബോർഡിനേറ്റ്സിനോട് കുറച്ചുകൂടി ലീനിയന്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറേണ്ടത് ആവശ്യമാണ്. കാരണം ഒരു ഓർഡർ ചെയ്തല്ല വർക്ക് അവരിൽ നിന്ന് എടുക്കേണ്ടത്, കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്ത് അവരിൽ നിന്ന് വർക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പഠിക്കണം. ഞാനിത് നിന്നോട് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഐ ആം സീയിങ് എ ലോട്ട് ഓഫ് ഗ്രോത്ത് ഇൻ യു. നിന്നിൽ വളരെയധികം എനിക്ക് പ്രതീക്ഷയുണ്ട്. ഈ ഓർഗനൈസേഷനിൽ നിനക്ക് വളരെ ഹയർ ലെവലിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും. അപ്പോൾ ഞാൻ 3ാമത്തെ സ്ലൈസ് എന്താണ് വെച്ചത്, അവരുടെ ഒരു പോസിറ്റീവ് സൈഡും കൂടെ വെച്ചു. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ക്രിറ്റിസിസം നാച്ചുറൽ ഒരു കോംപ്ലിമെന്റ് ആയിട്ട് മാറി. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. കേൾക്കുന്ന ആൾക്ക് തോന്നുന്നത് എന്താണ്, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ, ഈവൻ കുട്ടികളെ പോലും ക്രിറ്റിസൈസ് ചെയ്താൽ അവരുടെ ഉള്ളിൽ വരുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എപ്പോൾ എന്ത് പറഞ്ഞാലും എന്നെ ഇങ്ങനെ കുറ്റം പറയത്തുള്ളൂ. അത് ഇന്റൻഷൻ വ്യക്തമാക്കാത്തത് കൊണ്ടാണ്. ആ 3ാമത്തെ സ്ലൈസ് ഇന്റൻഷനാണ്. നിന്നോട് ഞാനിത് പറയാനുള്ള കാര്യം നിന്നിൽ ഒത്തിരിയധികം എക്സ്പെക്ടേഷൻ ഉള്ളത് കൊണ്ടാണ്. ഈ 3 റൂളുകൾ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്തുകൊണ്ട് ഇനി ആൾക്കാരെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങൾക്ക് വളരെ ഗംഭീരമായുള്ള റിസൾട്ട് കിട്ടുമെന്ന് മാത്രമല്ല, അവര് നിങ്ങളെ ആയിരിക്കും നിങ്ങൾ അവരുടെ മെന്ററായിട്ടോ അവരുടെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട് ആയിട്ടോ അവരുടെ ഏറ്റവും വിശ്വസിക്കാവുന്ന ആളായിട്ടോ മാറ്റാൻ പോകുന്നു.